ഹലോ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എൻ്റെ അച്ചടി ഭാഷ പിന്നെയും തുടങ്ങി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വോയിസ് കൊടുത്ത് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ നാളുകൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് വിചാരിക്കും നമ്മളെന്തിനാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തെങ്കിലും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷന് വേണ്ടിയാണ്. ചില സമയത്ത് നമ്മൾ ഡൗൺ ആയി പോവാറുണ്ട്, ഭയങ്കര ഹാപ്പി ആവാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു സന്ധ്യാസമയത്തോടു കൂടി തന്നെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കരുതി. കൂടുതലൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. എത്ര ദിവസം ഈ വീഡിയോ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇന്ന് ഈവനിങ്ങിൽ ഒരു ഡിന്നർ എന്ന് പറയുന്നത് പുട്ടും ഉരുളക്കിഴങ്ങ് കറിയുമാണ്. എല്ലാവർക്കും അറിയാം പുട്ടുണ്ടാക്കാൻ. എങ്കിൽ പോലും ഞാൻ ഇവിടെ ഒന്ന് റെസിപ്പി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ആദ്യം ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ പുട്ട്, ഗോതമ്പ് പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയും ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് കറിക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ചു. സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ചെറിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇടയിൽ സ്കിപ്പായിപ്പോയി. ഓക്കെ, ഞാൻ പറയാം. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചു. അതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് തിളപ്പിക്കും. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരു പിടി തേങ്ങ, കുറച്ച് കറിയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പിടി തേങ്ങ പാല് പിഴിഞ്ഞ്, അത് 1-2 പാലൊന്നുമില്ല, ഒന്നും ഒരുമിച്ചൊന്ന് മിക്സിയിലടിച്ച് അത് പാല് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കറി. അപ്പോൾ കറി റെഡിയായി. പിന്നെ വൈകുന്നേരം ഞങ്ങളുടെ ഇവിടെ എല്ലാ ദിവസവും വെജിറ്റബിൾസ് ഇതേപോലെ കട്ട് ചെയ്ത് കഴിക്കും. ക്യാരറ്റ്, കുക്കുംബർ, സവോള, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്യാറാണ് പതിവ്. പിന്നെ പുട്ട് റെഡിയായി. ഈ വെജിറ്റബിൾസിലേക്ക് നമ്മൾ വിനാഗിരി, ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ എൻ്റെ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. പുട്ട്, ചെറിയ കഷ്ണം പുട്ടാണ്. പുട്ടും വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങ് കറി. ഓക്കെ, ഞാൻ മാത്രമല്ല ഫുഡ് കഴിക്കുന്നത്. പിന്നെ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ എപ്പോഴും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നെ മാത്രം തന്നെ ഇതിൽ കാണിക്കാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ പതുക്കെ രുചിച്ച് സമാധാനപരമായിട്ട് കഴിക്കുക എന്നല്ലേ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 7 o'clock മുമ്പായിട്ട് ഭക്ഷണം കഴിക്കണം. അതാണ് ശരിക്കും നല്ലൊരു ഹെൽത്തിന് ആവശ്യം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ആണ് അടുത്ത സെക്ഷൻ. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകുക. കുറച്ച് നാൾ ഞാൻ വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് ഒരു സുഖം തോന്നിയിരുന്നില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു.
അങ്ങനെ പല കാര്യങ്ങളിലും എൻഗേജ്ഡായി ആദ്യമൊക്കെ. പിന്നെ ഇപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ ആയിട്ട്, ഹെൽത്തിന് കുറച്ച് പ്രോബ്ലമൊക്കെ ആയിട്ട് റെസ്റ്റൊക്കെ ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വേണമെങ്കിൽ എന്തെങ്കിലും ഞാൻ ആക്റ്റീവായിട്ടിരിക്കണം. അങ്ങനെയാണ് ഞാൻ വീഡിയോ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുന്തിരി ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ കഴുകി അതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് കുറച്ച് നേരം നമ്മൾ വയ്ക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ മുന്തിരി കഴുകിയെടുക്കുന്നത്? പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ഒരു പ്ലേറ്റിൽ വയ്ക്കും, ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുവന്നിട്ടുണ്ടായി. അതൊക്കെ ഓരോ ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ആവശ്യമുള്ളത് അതാത് സ്ഥാനത്ത്, ഓരോ സാധനങ്ങളും നമ്മൾ വയ്ക്കുന്നത് ഓരോ സ്ഥാനത്താണല്ലോ, അതേപോലെ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ക്ലീനിങ്, ബാക്കി സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത സ്ഥലം തുടച്ച് നൈറ്റിലെല്ലാം ക്ലീൻ ചെയ്ത് ഒതുക്കി വയ്ക്കുക. എൻ്റെ ഭാഷ ചില സമയത്ത് അച്ചടിയായി പോകുന്നുണ്ട്. ചിലർ പറയുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം ഒരുവിധമായി. ഇനി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ മീ ടൈം ഉണ്ട്, അതിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, ഒരു ശരിക്കും പറഞ്ഞാൽ 1 വീക്ക് ആയിട്ടുള്ളൂ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ വേണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു ഹാബിറ്റാണ് വായന. അപ്പോൾ കുറച്ച് നേരം വായിക്കാം, എന്നിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അതാണ് എൻ്റെ സന്ധ്യ തൊട്ട് നൈറ്റ് വരെയുള്ള ഒരു റുട്ടീൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.